ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളെ അധികരിച്ചുള്ളതായ ഒരു പാഠമാണല്ലോ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നത്. ആ പാഠവും അതിൻ്റെ പ്രായോഗിക വശവും നമുക്ക് വളരെ പരിചയമുള്ളതാണ്. എങ്കിലും നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഈ സത്യം നമ്മൾ വിശദമായിട്ട് ചിന്തിക്കുവാൻ ശ്രമിക്കുകയാണ്. 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യസ്തത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ആന്തരികമായ രഹസ്യമായ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ സൂക്ഷിക്കേണ്ടുന്നതായ മനോഹരമായ പ്രമാണമാണ് നമ്മുടെ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർത്തതുപോലെ നമുക്ക് നമ്മുടെ ദൈവത്തോട് ഏറ്റവും വിശ്വസ്തരായിരിക്കാം. രഹസ്യ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ സാക്ഷ്യം വഹിക്കാം. അതോട് ചേർന്ന് നാം പാർക്കുന്നതായ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കത്തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ദൈവം ധാരാളം കൃപ നൽകട്ടെ. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ആ വേദഭാഗത്ത് നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എന്തിനാണ് ഈ കൽപ്പന അനുസരിക്കുന്നത് എന്നുള്ളതായ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കൽപ്പന അനുസരിച്ചാൽ നാം മറ്റുള്ളവരാൽ വിധിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ മുൻനിർത്തിയാണ് നമ്മുടെ കർത്താവ് ഈ പ്രമാണം നൽകിയിട്ടുള്ളത് എന്നുള്ളതായ കാര്യം നാം അവിടെ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. എന്താണ് ഈ വിധിക്കുക എന്ന് പറയുന്നതിനാൽ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഞാനിന്ന് പ്രാർത്ഥനാപൂർവം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതായ ഒരു ബൈബിൾ ചരിത്രത്തിൽ നിന്ന് അത് പറയാം എന്നാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ചില പ്രമാണങ്ങളും കൽപ്പനകളൊക്കെ ചിലപ്പോൾ ദുർഗ്രഹമായി നമുക്ക് തോന്നുമ്പോഴും അത് നമുക്ക് ലളിതമായി മനസ്സിലാകത്തക്കവണ്ണം ദൈവവചനത്തിലുള്ളതായ സംഭവങ്ങൾ, ദൈവവചനത്തിലുള്ളതായ മറ്റ് പ്രമാണങ്ങൾ അത് നമുക്ക് ലളിതമാക്കി തരുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഈ കൽപ്പനയുടെ പ്രാധാന്യത്തിൽ നമ്മൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോടുള്ള ബന്ധത്തിലാണ്. നമുക്കത് വളരെ പരിചയമുണ്ട്. അത് വളരെ വിശദമായിട്ട് എല്ലാ വാക്യങ്ങളും വായിച്ച് ചിന്തിക്കത്തക്കവണ്ണം അത്യാവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ള വാക്യങ്ങൾ വായിക്കാം. വാക്യങ്ങൾ വായിച്ചില്ലെങ്കിലും നമുക്ക് ആ വലിയ സത്യം ലളിതമായിട്ട് ഉൾക്കൊള്ളുവാൻ പ്രയാസമുണ്ടാകയില്ല എന്ന് ഞാൻ കരുതുന്നു. നമുക്കറിയാം, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിനെ വിധിച്ചത് നാം തിരുവെഴുത്തിൽ വളരെ വിശദമായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്ന് പറയും, എങ്കിലും ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഓർപ്പിക്കട്ടെ. ഒരാൾ ഇയ്യോബിനെ പോലെ ജീവിച്ചാലും വിധിക്കപ്പെടുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അതങ്ങനെ ഒത്തിരി അകലമുള്ള ആളുകളാലല്ല. പിന്നെയോ ഇയ്യോബിൻ്റെ എത്രയോ അടുത്ത സ്നേഹിതരാണ് ഇയ്യോബിനെ സന്ദർശിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. സാധാരണ സന്ദർശകർ വരാൻ സാധ്യതയില്ലാത്തതായ വളരെ പ്രതിസന്ധിയിലൂടെ ഇയ്യോബ് കടന്ന് പോകുമ്പോഴും ഈ സ്നേഹിതന്മാർ വന്ന് തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. എങ്കിലും ഞാനൊരു ദൂത് അവിടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ വിധിക്കപ്പെടുമ്പോൾ
എന്നാലും ഞാൻ വിധിക്കപ്പെടുകയാണല്ലോ എന്നൊന്നും അങ്ങനെ ആശങ്കപ്പെടാനുള്ളതായ ആവശ്യമില്ല. ഇയ്യോബിനെ പോലെ ജീവിച്ചാലും വിധിക്കപ്പെടുന്നതിനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ ഈ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. നമുക്കറിയാം, നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടിൽ ഈ മനോഹരമായ ആശയം നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർലോക പൗര ജനമെന്ന് തുടങ്ങുന്നതായ പാട്ടിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ളൊരു മനോഹരമായ പദപ്രയോഗമുണ്ട്. നമ്മുടെ കർത്താവ് ഇവിടെ പരിപാവനനായിട്ടാണ് ജീവിച്ചത്. അതിനേക്കാൾ ഭംഗിയായിട്ട് എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? അപ്പോൾ അങ്ങനെയാണ് ജീവിച്ചത്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ദാസൻ എന്താ പറയുന്നത്? പരിപാവനായിട്ട് നടന്ന കർത്താവിനോട് എതിരായിട്ട് പെരുമാറി എന്നുള്ളതായ കാര്യം നാം എത്രയോ വട്ടം ആവർത്തിച്ച് ചിന്തിക്കുന്നതായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ ദൈവദാസൻ പറയുന്നത്, അങ്ങനെ എതിരായിട്ട് പെരുമാറിയെങ്കിൽ നമുക്ക് എതിരാകുക എന്ന് പറയുന്നത് അങ്ങനെ അതിശയിക്കാനൊന്നുമില്ല എന്നുള്ളതായ കാര്യം നാം പലപ്പോഴും പാടി ആശ്വസിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇയ്യോബ് വളരെ നന്നായി ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ എങ്കിലും തൻ്റെ വളരെ പ്രിയപ്പെട്ടവരാൽ ഇയ്യോബ് കുറ്റപ്പെടുത്തപ്പെടുവാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഈ ചരിത്രത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇയ്യോബിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും തന്നെ മനഃപ്പാഠം അറിയാവുന്നതായൊരു വാക്യമാണ്. ഇയ്യോബിൻ്റെ ജീവിതം എത്രയോ മനോഹരമായ ജീവിതമായിരുന്നു. എത്ര മനോഹരമായ ജീവിതമായിരുന്നു! നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കരും നേരുള്ളവരും ദൈവഭക്തരും ദോഷം വിട്ടകലുന്നവരും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നറിൽ ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തനെ കുറിച്ച് പറഞ്ഞ വളരെ മനോഹരമായ സാക്ഷ്യമാണ് നാം ഇവിടെ കാണുന്നത്. നമ്മൾ ബൈബിൾ പരീക്ഷയുടെ വഴിയിലുമൊക്കെ ഈ വാക്യങ്ങൾ എത്രയോ വട്ടം ഈ ഹോളിൽ പല ദൈവദാസന്മാർ ധ്യാനിക്കാനും പ്രസംഗം പറയാനും ഒക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് മനോഹരമായ സാക്ഷ്യമാണ് ഇയ്യോബിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർപ്പിക്കട്ടെ, സാക്ഷ്യം പലർക്കും പറയാം, പുറത്തുള്ളവർക്ക് പറയാം. സഭാമൂപ്പന്മാരുടെ യോഗ്യത പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരിക്കണം. അപ്പോൾ സാക്ഷ്യം പുറമേയുള്ളവർക്ക് പറയാം, വീട്ടിലുള്ളവർക്ക് പറയാം. പക്ഷേ ഏറ്റവും സത്യമായ സാക്ഷ്യം ആരുടെ ആയിരിക്കും? ദൈവം പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം തൻ്റെ ദാസന്മാരെ കുറിച്ച് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം ധാരാളം തിരുവചനത്തിൽ വായിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. മോശ ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയ്ക്കെതിരെ നിൽക്കുന്ന അഹരോനോടും മിര്യാമിനോടും ആവർത്തിച്ച് പറയുന്നതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ദാസനായ മോശ, അവൻ്റെ വിശ്വസ്തത എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് ദൈവം വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വാക്യത്തിലൂടെ ഇന്ന് രാത്രിയിൽ കടന്നു പോകുമ്പോൾ ലളിതമായൊരു സന്ദേശം അവിടെ ഉൾക്കൊള്ളാം. സ്വർഗത്തിലെ ദൈവം, നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ എന്ത് പറയാനിടയായിട്ട് തീരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച ഇവിടെ സൂക്ഷിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ ഈ 4 വാക്കുകൾ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അത് ഞാൻ വിശദീകരിക്കാൻ പോയാൽ അത് മാത്രമേ ഇന്ന് ക്ലാസ്സിൽ പറയേണ്ടതായിട്ട് വരികയുള്ളൂ. എന്നാൽ ആ സാക്ഷ്യവാചകങ്ങൾ ഞാനൊന്ന് എടുത്തു പറഞ്ഞ് മാത്രം പോകാം.
നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. അതൊക്കെ ഓരോ പ്രസംഗങ്ങൾക്കുള്ള വക അതിനകത്ത് ഉണ്ട്. നമുക്കത് ധ്യാനിക്കാം. നമ്മെക്കുറിച്ച് അങ്ങനെ നമ്മെ സ്നേഹിച്ച് ഈ കൃപയിലേക്ക് കൊണ്ടുവന്ന കർത്താവിന് പറയാനായിട്ട് സാധിക്കുമാറ് ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഇവിടെ ഇയ്യോബ് പ്രാപിച്ചതായ ആ സാക്ഷ്യത്തിൻ്റെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കുറിപ്പുകൾ അവിടെ നിന്ന് വേഗത്തിൽ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇയ്യോബ് ജീവിച്ച കാലഘട്ടം തിരുവെഴുത്തുകളുടെ ചരിത്രത്തിലെ ഏറെ പുരാതനമായ കാലഘട്ടം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം ഞാനൊന്ന് പറയുകയാണ്. നമ്മളിൽ ഒന്ന് വ്യത്യസ്തമായി ചിന്തിച്ചാൽ, നമ്മൾ ദൈവിക വെളിപ്പാടുകൾ മുഴുവനും വെളിപ്പെട്ട് എഴുതി കിട്ടിയവരായ ആളുകളാണ്. അതുകൊണ്ട് ഈ തലമുറയിൽ ജീവിക്കുന്ന നാം എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇയ്യോബിന് ദൈവത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാടുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിരിക്കലും നമുക്ക് കിട്ടിയിടത്തോളം ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ഇയ്യോബിന് കിട്ടാത്ത കാലഘട്ടത്തിലാണ് ആ ദൈവഭക്തൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇയ്യോബ് ദൈവത്തിന് എത്രയോ പ്രസാദകരമായി തൃപ്തികരമായി ജീവിക്കാനായിട്ട് സാധിച്ചു ഇയ്യോബിന്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ഓർപ്പിക്കുന്നത്, ഇയ്യോബിനത് സാധിച്ചെങ്കിൽ നമുക്കത് നിശ്ചയമായിട്ടും സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു നല്ല സാക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കുമാറ് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനെക്കുറിച്ച് ഈ സാക്ഷ്യം പറയാം. ആരോടാ പറയണത്? നമ്മൾ വായിച്ച വാക്യത്തിൽ സാത്താനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സാത്താൻ ആ ജീവിതത്തെ തൊടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷത്തോടു കൂടിയാണ്, എത്ര പ്രാഗൽഭ്യത്തിലാണ് തൻ്റെ ദാസനെക്കുറിച്ച് ദൈവം പിശാചിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിനാവശ്യമായ കൃപ നൽകട്ടെ. ഇന്ന് ഞാൻ പലവട്ടം ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു പ്രയോഗം ഞാൻ വേറിട്ട് ഓർക്കുവാനിടയായിട്ട് തീർന്നു. ഇയ്യോബിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിൽ ഒരു വിശേഷപ്പെട്ട കാര്യം നമ്മൾ കാണുന്നത്, ഭൂമിയിലാരും ഇയ്യോബിനെ പോലെ ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. ഊസ് ദേശത്തില്ലല്ലോ എന്നല്ല പറയുന്നത്. പിന്നെയോ ഭൂമിയിലാരും ഇല്ലല്ലോ എന്ന് ശത്രുവായ പിശാചിനോട് ധൈര്യമായി പറയത്തക്കവണ്ണം ഇയ്യോബിൻ്റെ ജീവിതം എത്രയോ മനോഹരമായിരുന്നു എന്നുള്ളത് നാം കാണുകയാണ്. അതുകൊണ്ട് താഴ്മയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരു വലിയ സന്ദേശം ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും കർത്താവ് നമുക്ക് തന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ഒരു സഭയിലോ ഒരു കുടുംബത്തിലോ ഒരു ദേശത്തോ മാത്രമല്ല, നമ്മുടെ തലമുറയിൽ ഏറ്റവും വ്യത്യസ്തരായി ജീവിക്കത്തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതായ ആ വലിയ പ്രചോദനം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് രക്ഷിച്ച് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ എത്രയോ ഉന്നതമായ ലക്ഷ്യത്തിൽ ജീവിക്കത്തക്കവണ്ണം ആക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ
ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ നന്നായിട്ടൊക്കെ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം പരാമർശിക്കുവാനിടയായിട്ട് തീർന്നതുപോലെ നാം വിധിക്കപ്പെടുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ചരിത്രം നമ്മെ മനോഹരമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിജയകരമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സാധ്യതയെ മറക്കരുത്. ഈ സാധ്യതയെ മറന്നാൽ വളരെ പെട്ടെന്ന് നമ്മൾ നിരാശപ്പെട്ടു പോകാനോ ഞാനിങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു പോകാനോ ഉള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കൽപ്പന പഠിക്കുമ്പോൾ ഈ കൽപ്പനയിൽ കൽപ്പന തെറ്റിച്ച് ആളുകൾ നമ്മോട് പെരുമാറുവാൻ ഒക്കെയുള്ളതായ വലിയ സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇനി നമ്മളിവിടുന്ന് ഓർക്കുന്നതായ കാര്യം, ഈ സ്നേഹിതന്മാർ വിധിച്ച വിധിയുടെ മൂർച്ച നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നമ്മൾ എത്രയോ വട്ടം ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനതിൽ 2-3 വാക്യങ്ങളൊന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്നേഹിതന്മാർ പറഞ്ഞ വിധിയുടെ എല്ലാ വിശദാംശങ്ങളും ചിന്തിക്കണമെങ്കിൽ പല ക്ലാസ്സുകൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ സന്ദേശം പറയാൻ അത്രയും പറയേണ്ടതായ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്നേഹിതൻ കൊടുക്കുന്ന വിശദീകരണം നമ്മൾ കാണുകയാണ്. അതിൽ ഓരോ വാക്കുകളും നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എങ്കിലും പ്രാർത്ഥനാപൂർവ്വം ആ വാക്യം ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാണ് നേരുള്ളവർ എവിടെ കുടിഞ്ഞു പോയിട്ടുള്ളൂ. ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവൻ്റെ കോപത്തിൻ്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ പല കാര്യങ്ങളും വിശദമായിട്ട് ഓർക്കാം. എന്നാൽ ഞാനൊരു 2 വാക്ക് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നശിച്ചവൻ എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു, ചില അമ്മമാരുമൊക്കെ പിള്ളേരെക്കുറിച്ച് ഈ വാക്കിങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം വലിയ കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഉപയോഗിക്കാതിരിക്കട്ടെ. പിന്നെ മറ്റൊരു വാക്ക് അവിടെ കാണുന്നത് മുടിഞ്ഞു പോകും. അപ്പോൾ ഈ 2 വാക്ക് ഇവിടെ ഈ സ്നേഹിതൻ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് ആർക്കും മനസ്സിലാകും. ആശ്രയം യേശുവിലെന്നാൾ വനം നമ്മളിവിടെ നമ്മൾ കാണുന്ന ഈ 2 പദപ്രയോഗങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരൊറ്റ വായനയിൽ തന്നെ ഇതാരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവും ഇല്ല. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആര്? അപ്പോൾ ഇത് ശരിക്കും ഇയ്യോബിനെ വിധിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. ഈ നാശത്തിലും മുടിഞ്ഞുപോയ അവസ്ഥയിലും ഒക്കെയാണ് എന്നിരിക്കലും ഇതൊക്കെ അതിൻ്റെ കാരണം ഇയ്യോബിൻ്റെ ജീവിതമാണ് എന്ന് ഇവർ പറയുകയാണ്. ആ ഉപയോഗിക്കുന്ന വാക്ക് നോക്കണേ, നിർദോഷിയായി നശിച്ചവൻ. ദൈവം ഇയ്യോബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ദോഷം വിട്ടകലുന്നവൻ. അപ്പോൾ അങ്ങനെ ദോഷം വിട്ടകന്ന് വിശുദ്ധിയോടെ
ഈ ദൈവഭക്തൻ വിജയകരമായിട്ട് ജീവിക്കുമ്പോഴും ഇപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതികൂലമായ സാഹചര്യവും തൻ്റെ ദോഷം കൊണ്ടാണ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയുക. അടുത്ത വാക്ക് അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, നീതിമാനായ ദൈവത്തിൻ്റെ കൃത്യമായ സന്ദർശനത്തിൻ്റെ വഴിയിലാണ് ഇയ്യോബ് ആയിരിക്കുന്നത് എന്നുള്ളത് എത്ര കൃത്യമായിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നതായി നമ്മൾ കാണുന്നത്. ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ സദൃശ്യവാക്യത്തിൽ ഒരു വാക്യം ഓർമ്മയിൽ വന്നു. വാക്യത്തിൻ്റെ റെഫറൻസ് നിങ്ങൾ പറയേണ്ട, പക്ഷേ സദൃശ്യവാക്യത്തിൽ ഈ രണ്ട് പ്രയോഗങ്ങളോട് വളരെ ബന്ധമുള്ളതായ വളരെ പ്രസിദ്ധമായൊരു വാക്യം നമ്മിൽ പലർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആരും ഓർമ്മ വന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് വായിച്ചു പോകാം നമുക്ക്. 12-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഞാൻ ഈ വാക്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ പലവട്ടം വായിക്കുമ്പോൾ ഈ വാക്യമാണ് ഓർമ്മയിൽ വന്നത്. ശരിക്കും ഈ സ്നേഹിതൻ്റെ വാക്കുകൾ വാളുകൊണ്ട് സംസാരിക്കുന്നത് പോലെ മൂർച്ചയായിട്ട് ഇയ്യോബിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു ഉപദേശം പറഞ്ഞു തരികയാണ്. നമ്മുടെ സംഭാഷണത്തിലൂടെ ആളുകളെ നമ്മളങ്ങനെ കുത്തുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ വാചകം എന്ത് മനോഹരമായ വാചകമാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം പറയുന്നതിനാൽ ആളുകൾക്ക് ആശ്വാസമുണ്ടാകുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കാം. നമുക്കെല്ലാം അറിയാവുന്ന യെശയ്യാവ് 50:4 ഇവിടെ ഒന്ന് ഓർത്തു പോകാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? താങ്ങാനായിട്ട് സാധിക്കും. ഒരു വാക്ക് പറഞ്ഞാൽ തകർക്കാനും പറ്റും, എന്നാൽ വാക്കുകൊണ്ട് താങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദൈവഭക്തൻ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ശാരീരികമായി വല്ലാത്ത അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ തന്നെ കാണാൻ വന്ന തൻ്റെ സ്നേഹിതന്മാർ തൻ്റെ ജീവിതത്തെ എന്തോ ഒരു മൂർച്ചയുള്ള വാക്കുകളിൽ വിധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്നുള്ളതായ കൽപ്പന നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നാം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് എല്ലാ ഭയത്തോടും കൂടെ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയുക. ഇതുപോലെ എടുത്തു പറയാവുന്ന കുറേ അധികം വാക്യങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് ധ്യാനിച്ചാൽ മതി എന്ന് ഓർപ്പിക്കുകയാണ്. ഇയ്യോബിൻ്റെ മക്കളുടെ ജീവിതത്തെയും അവർ വിധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നതായ ചില കഠിനമായ വാക്കുകൾ നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചോളൂ. ദൈവം ന്യായം മറിച്ചു കളയുമ്പോൾ, സർവശക്തൻ നീതിയെ മറിച്ചു കളയുമ്പോൾ, നിന്റെ മക്കൾ അവരോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു. എന്ത് ഗൗരവമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിന്റെ മക്കളുടെ മരണത്തിനും ഒക്കെ കാരണം അവരുടെ ജീവിതത്തിലെ പാപമാണെന്ന് വളരെ പച്ചനെ ഈ സ്നേഹിതന്മാർ പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നിൻ്റെ മക്കൾ അവരോട് പാപം
ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്ക് വന്ന അബദ്ധം നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും വരുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. ഇത് ഇയ്യോബിനെ എത്രയധികം വേദനിപ്പിച്ച് കാണാനുള്ളതായ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദ്യം വയ്ക്കുകയാണ്. ഞാനിന്ന് പകൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു. വേദപുസ്തകത്തിൽ മക്കളെ ആത്മീകമായി കരുതിയ ഇത്രയും നല്ലൊരു അപ്പനെ വേറെ കാണാനായിട്ട് ഇല്ല. വേറെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ക്ലാസ് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടൊന്ന് ഓർപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ പരതിയിട്ട് മക്കളെ ആത്മീകമായി എത്രയോ കൃത്യമായിട്ടാണ് ആ ദൈവഭക്തൻ കരുതിയത്. മഹാസമ്പന്നനായിരുന്നുകൊണ്ട് പിള്ളേർക്ക് ആഹാരം കൊടുത്തു എന്നുള്ളതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരെ ആത്മീകമായി ഏറ്റവും ശരിയായി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ പിതാവ് കാണിച്ച ശുഷ്കാന്തി ഏത് തലമുറയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്കും മനോഹരമായിട്ടുള്ളതായൊരു മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല. പക്ഷെ നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ആ വാക്കിൻ്റെ ഒരു വായന തന്നെ നമ്മോട് സംസാരിക്കാൻ ധാരാളം മതിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് തൻ്റെ മക്കളെ കരുതിയത് എന്നുള്ളതായ കാര്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേഗത്തിൽ വായിച്ചോളൂ 1-4-5 വാക്യങ്ങൾ. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താൻ തന്റെ ദിവസത്തിൽ താൻ തന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയിച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തെളിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു. അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ദൈവാത്മാവ് ഇയ്യോബ് തൻ്റെ മക്കളെ ആത്മീകമായി കരുതിയതായ കാര്യം എടുത്ത് പറയുന്നത്. ഇത് ഞാൻ വളരെ സവിസ്തരമായി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എങ്കിലും ഓരോ വാചകങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. ഇയ്യോബ് തൻ്റെ മക്കളെ കരുതുമ്പോൾ അവരുടെ ഹൃദയവിശുദ്ധിയാണ് വളരെ പ്രധാനമായിട്ടും കണ്ടത്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഹൃദയവിശുദ്ധി അവരവർക്ക് നോക്കാവുന്നതല്ലാതെ മക്കളാണെങ്കിലും അവരുടെ ഹൃദയവിശുദ്ധിയെ സൂക്ഷിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ സാധിക്കാനാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ ഇയ്യോബിൻ്റെ ആ പ്രവർത്തന രീതിയിൽ നാം കാണുന്നതായ വളരെ പ്രകടമായ വ്യത്യസ്തത ഇയ്യോബിൻ്റെ മക്കൾ ഹൃദയം കൊണ്ട് പോലും ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നില്ല എന്നുള്ളത് തനിക്ക് ആവോളം സൂക്ഷ്മതയോട് കൂടി ഉറപ്പാക്കാനായിട്ട് ഈ ഭക്തൻ നിർണയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഈ ക്ലാസ്സിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങൾ വളർത്തുന്ന മക്കളോടുള്ള ബന്ധത്തിൽ ഈ വലിയ കൺസേൺ ഭാരം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. പിന്നെ നമ്മൾ നേരത്തേക്ക് ധാരാളം ചിന്തിച്ചിട്ടുള്ളതായൊരു വാക്യമാണിത്. ഇവിടെ പറയുന്നത് ഓരോ മക്കളെയും വരുത്തി അവരെ ശുദ്ധീകരിക്കുന്ന ഒരു പിതാവിനെയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം 10 മക്കളുണ്ട്. അപ്പോൾ ഈ മക്കളെ ഓരോരുത്തരെയും വരുത്തി
അവർക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു കൊടുത്ത് അവർ വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളതായ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇയ്യോബ് വർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഓരോ മക്കളോടുള്ള ബന്ധത്തിലും ഇയ്യോബ് സൂക്ഷിച്ചതായ ആ കൃത്യത നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത, അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗം കഴിക്കുന്ന പിതാവിനെ നമ്മൾ ഇവിടെ കാണുകയാണ്. ഇയ്യോബ് ബഹുസമ്പന്നനായിരുന്നുകൊണ്ട് ഒരു യാഗം കഴിക്കാനായിട്ട് ചിലവൊന്നും ഇയ്യോബിന് അത്ര ആയിരുന്നിരിക്കില്ല. പക്ഷേ ഞാനിന്ന് പോലെ ഓർത്തൊരു കാര്യം, ഓരോ മക്കൾക്ക് വേണ്ടിയും വേറിട്ട് ആ ദൈവഭക്തൻ ഹോമയാഗം കഴിക്കുമ്പോൾ ആ യാഗം ഒരു വലിയ സന്ദേശം അവരിലേക്ക് കൈമാറുവാൻ കാരണമായിട്ട് തീരുകയാണ്. ഈ യാഗം നടക്കുമ്പോൾ ഇത് ആർക്കു വേണ്ടിയാണെന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇത് തിരിച്ചറിയുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ വഴികളെ വിട്ട് പോകുന്നത് എളുപ്പമായിരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ദൈവം നമുക്ക് തന്നുള്ള മക്കളെ വേറിട്ട് കരുതുവാനും അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇനി ചെലവ് ചെയ്താണ് ചെയ്യേണ്ടതെങ്കിൽ ചെലവ് ചെയ്ത് തന്നെ ചെയ്യാനുമുള്ളതായ വലിയ ആവശ്യകതയിലേക്കാണ് ഇവിടെ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവരുടെ അന്യോന്യമുള്ള ബന്ധം എത്ര നന്നായിരുന്നു. ഈ മക്കൾ അന്യോന്യം സൂക്ഷിച്ചതായ സ്നേഹവും അതിഥി സൽക്കാരവും ഒക്കെ എത്രയോ മനോഹരമായിട്ടാണ് ഈ രണ്ട് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതൊക്കെ വല്ലപ്പോഴും സംഭവിച്ചൊരു കാര്യമല്ല. പിന്നെയോ ഒരു വാക്കവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അതെന്തായിരുന്നു അവിടെ പറയുന്നത്? ചെയ്തു അതവരുടെ പതിവായിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് മനോഹരമായൊരു കുടുംബം, എത്ര ഭംഗിയായിട്ട് മക്കളെ ആത്മീകമായി കരുതിയ കുടുംബം, ആ മക്കൾ അവരനുഭവിച്ചതായ ദൈവകൃപ എത്ര സുന്ദരമായിട്ട് അവർ അന്യോന്യം കൈമാറിയിരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെ ഈ മക്കളെ വളർത്തിയ ഇയ്യോബിനോട് സ്നേഹിതന്മാർ വന്ന് നിൻ്റെ മക്കളെ അവരുടെ പാപത്തിന് ദൈവം ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നത് ആ ദൈവദാസനെ എത്രത്തോളം വേദനിപ്പിച്ചിരിക്കാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്നേഹിതന്മാർ നടത്തിയ വിധി അതിൽ തന്നെ എത്രയോ ഭയങ്കരമായിരുന്നു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹിതന്മാരുടെ വിധി തന്നെ എത്രയോ ഭയങ്കരമാണെന്നുള്ളതും നമ്മുടെ കർത്താവ് തന്നിട്ടുള്ളതായ പ്രമാണം നമ്മൾ വളരെ കൃത്യമായി അനുസരിക്കുവാൻ അതിൻ്റെ ഇടംവലം നോക്കാതെ, ആ വാക്കുമ്പോൾ നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. നമ്മൾ ഈ 2 മാസമായിട്ട് വായിച്ച വേദഭാഗത്ത് ദൈവം തന്ന പ്രമാണത്തിന് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഈ വിഷയത്തിൽ മാറുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഈ ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ച് ചിന്തിക്കുവാനിടയായിട്ട് തീർന്നത്. അപ്പം ഞാൻ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് ഓർത്തു. ശൂഹ്യനായ ബിൽദാദ് ഇയ്യോബിൻ്റെ മക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇതുവരെ നടന്ന കാര്യം മാത്രമേ അറിയാവുള്ളൂ. കാരണം ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര കഷ്ടതയിലും രോഗത്തിലും മക്കളുടെ മരണത്തിനുമൊക്കെ കലാശിച്ച് നിൽക്കുന്നിടത്താണ് ഇദ്ദേഹം ഈ വാക്കുകൾ പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുക, ശൂഹ്യനായ ബിൽദാദ് പറയട്ടെ, പക്ഷെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നമ്മൾ ഇതുവരെയുള്ള ചരിത്രം മാത്രം അറിയുന്ന ആളുകളല്ല. പിന്നെയോ
നമുക്ക് ഈ ചരിത്രത്തിൻ്റെ ബാക്കി പത്രം അറിയാം. ഈ സംസാരത്തോട് സ്വർഗത്തിലെ നീതി എങ്ങനെയാണ് പ്രതികരിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിഷയത്തിൽ എത്രയോ അധികം സൂക്ഷിക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. നമുക്കറിയാം, ഈ വന്ന സ്നേഹിതന്മാർക്ക് ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങളൊന്നും അറിയില്ല. അവർ ഈ പ്രയാസങ്ങളെ കാണുമ്പോൾ ന്യായമായിട്ടും അവരുടെ ഊഹത്തിൽ ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇയ്യോബിനെ ഞങ്ങൾക്കല്ലല്ലോ കൃത്യമായിട്ട് അറിയാവുന്നത്, ഇയ്യോബിൻ്റെ ദൈവത്തിനാണല്ലോ അറിയാമായിരുന്നത് എന്നുള്ളതായ കാര്യം സൂക്ഷ്മതയോടെ ഭയത്തോടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഇവർ വിധിക്കാതെ, പത്രോസിൻ്റെ ലേഖനത്തിലൊരു വാക്യം ചേർത്ത് പറയുക, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ പരമേൽപ്പിച്ച് ഇയ്യോബിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് സാധിക്കാത്തൊരു കാര്യം നമുക്ക് സാധിക്കണം. കാരണം വേറൊരാളുടെ ജീവിതത്തിലെ രഹസ്യമായ കാര്യങ്ങളും നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളും കേവലം ചില സംഭവങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് വിധിക്കാനോ പെരുമാറാനോ നമുക്ക് അനുവാദമില്ല. ഈ വലിയ സത്യം ഭയത്തോടെ ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് കൃപ നൽകട്ടെ. ചില സംഭവങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുമായിരിക്കാം. അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ വ്യക്തിയെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതായ സ്ഥാനം. അവിടെ നിന്നുള്ള വ്യതിചലനം ഏറെ അപകടകരമാണെന്നുള്ളത് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. സമയം തീരുന്നെങ്കിലും ഞാൻ 2-3 വാക്യങ്ങളോട് ഇന്ന് പരിചയപ്പെടുത്തിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു അപൂർണത വരും എന്നുള്ളത് കൊണ്ട് അതുകൂടി ഞാനൊന്ന് ചേർത്ത് പറയാം. അറിയാവുന്ന വാക്യമായതുകൊണ്ട് പറഞ്ഞാൽ മതി. ഈ വിഷയത്തിൽ ദൈവം എങ്ങനെ വിധിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് അറിയാം. നമ്മുടെ ഈ പുസ്തകം പഠിച്ച കാലത്തുമൊക്കെ ഇത് വളരെ വിശദമായിട്ട് ഇവിടെ പറയാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. 42-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ആ കാര്യം, ആ വിധി വായിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ വാക്യങ്ങളൊന്ന് വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ വാക്യങ്ങളൊന്ന് ധ്യാനിച്ചുകൊണ്ട് വരണം. സാധിക്കുമെങ്കിൽ ഒരു ഗ്രഹപാഠം നിങ്ങൾ എഴുതിക്കൊണ്ട് വന്നാൽ നന്നായിരിക്കും എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഭക്തൻ്റെ ജീവിതത്തെ വിധിച്ചു എന്നുള്ളതിനാൽ വിധിച്ച ആളുകൾ എങ്ങനെ വിധിക്കപ്പെട്ടു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. മത്തായി 7 ഒന്നുകൂടെ ഓർത്ത് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഇനി വായിച്ചോളൂ, വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇയ്യോബ് 42-ന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളിച്ചതിന് ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളിച്ചത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിക്കും. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഇവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോബരും ചെന്ന് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. എന്ത് മനോഹരമായിട്ടുള്ള വചനമാണ് നാം ഇവിടെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഒത്തിരി പറഞ്ഞില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. നമുക്ക് നല്ല പരിചയമുള്ളതായ വേദഭാഗമാണ്. പിന്നെ ചില വാക്കുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. സ്വർഗത്തിലെ ദൈവം
ഇതെത്രയോ ഗൗരവമായിട്ടാണ് കണ്ടത്. അവിടുത്തെ ഒരു വാക്ക് മാത്രം ഞാനൊന്ന് അടിവരയിടുക. ദൈവത്തിന് ഈ സ്നേഹിതന്മാരോട് കോപം ജ്വലിച്ചു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലെ വാക്ക് നിങ്ങളുടെ മനസ്സിൽ ചേർന്ന് വന്നു കാണുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിച്ച അഹരോനോടും മിര്യാമിനോടും ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച കാര്യം എത്രയോ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്. ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു എന്നുള്ളതും അവരത് എങ്ങനെ ചെയ്തു എന്നുള്ളതുമൊക്കെ നമുക്ക് ഈ വിശദാംശങ്ങളിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സ്നേഹിതന്മാരിലൊരു നല്ല മാതൃകയുണ്ട്. ദൈവം അവരോട് ഈ കാര്യം ബോധ്യപ്പെടുത്താനിടയായിട്ട് തീർന്നപ്പോൾ ദൈവം പറഞ്ഞ കാര്യം അവർ അതുപോലെ അനുസരിക്കാനിടയായി. നമ്മിൽ പലരോടും ദൈവം പലതും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും അനുസരിച്ച് ക്രമപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ച ഈ സത്യം എത്രയോ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കൽപ്പന എല്ലാ ഭയഭക്തിയോടും കൂടെ അനുസരിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിച്ചതുപോലെ ഈ കൽപ്പന വളരെ കൃത്യമായി എനിക്കും നിങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, നമ്മുടെ സഭയുടെ അന്തരീക്ഷം എത്രയോ വ്യത്യസ്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഈ കൽപ്പനയുടെ ലംഘനമല്ലേ ഒത്തിരി ബന്ധത്തകർച്ചകളുടെ കാരണമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ വലിയ സത്യത്തെ എല്ലാ ഭയഭക്തിയോടും കൂടെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ഓരോ ദിവസവും ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.